ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യൂബ് നമ്പേഴ്സ് ആണ്. ഇപ്പൊ സ്ക്വയർ നമ്പേഴ്സ് നമ്മൾ പറഞ്ഞിരുന്നു, ഇഫ് എ നമ്പർ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ്സെൽഫ്, ഒരു നമ്പറിനെ തന്നെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരുന്നു നമുക്ക് സ്ക്വയർ നമ്പേഴ്സ് കിട്ടിയിരുന്നത്. ഇനി ഒരു നമ്പറിനെ തന്നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ക്യൂബ് നമ്പേഴ്സ് കിട്ടുന്നത്. ദാറ്റ് ഈസ് 2 into 2 into 2. It is represented by 2 cube. That is equal to 8. So 3 into 3 into 3. That is 3 cube. That is 27. Similarly, 4 cube is 64. 5 cube is 125. Etc. ഇതേ രീതിയിൽ എഴുതുന്നതാണ് ക്യൂബ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഒരു നമ്പറിനെ തന്നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ക്യൂബ് നമ്പേഴ്സ് കിട്ടുന്നത്. ഇവിടെ 1 to 20 വരെയുള്ള നമ്പേഴ്സിന്റെ ക്യൂബ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ സ്ക്വയേഴ്സ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, സ്ക്വയർ നമ്പേഴ്സിന്റെ ലാസ്റ്റ് ഡിജിറ്റിൽ വരുന്നത് 0, 1, 4, 5, 6, 9 ഈ ഡിജിറ്റുകളായിരിക്കും സ്ക്വയർ നമ്പേഴ്സിന്റെ ലാസ്റ്റ് ഡിജിറ്റ്, അതായത് യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞിരുന്നു അല്ലെ. ഇവിടെ ക്യൂബ് നമ്പേഴ്സ് നോക്കിയേ, ക്യൂബ് നമ്പേഴ്സിന്റെ ലാസ്റ്റ് ഡിജിറ്റിൽ ഏതൊക്കെ ഡിജിറ്റുകളാ വന്നേക്കുന്നത്? എല്ലാ ഡിജിറ്റും വന്നിട്ടുണ്ട് അല്ലെ. 0 വന്നിട്ടുണ്ട്, 1, 2, 3, 4, 5, 6, 7, 8, 9 എല്ലാ ഡിജിറ്റുകളും ക്യൂബ് നമ്പേഴ്സിന്റെ ലാസ്റ്റ് ഡിജിറ്റിൽ വന്നിട്ടുണ്ട്. ഡിജിറ്റ് നോക്കിയിട്ട് ആ നമ്പർ സ്ക്വയർ നമ്പർ ആണോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റുമായിരുന്നു. പക്ഷെ ക്യൂബ് നമ്പറിന്റെ അതുപോലെ പറയാൻ പറ്റില്ല. കാര്യം എല്ലാ നമ്പേഴ്സും ക്യൂബ് നമ്പേഴ്സിന്റെ യൂണിറ്റ് ഡിജിറ്റിൽ വരുന്നുണ്ട്. ഓക്കെ, ഇനി അത് വരുന്നതിനൊരു പ്രത്യേകതയുണ്ട്. 0 ആണ് ലാസ്റ്റ് ഡിജിറ്റ് വരുന്നതെങ്കിൽ ക്യൂബ് നമ്പറിന്റെയും ലാസ്റ്റ് ഡിജിറ്റ് 0 ആയിരിക്കും. 1 ആണ് ലാസ്റ്റ് ഡിജിറ്റ് വരുന്നതെങ്കിൽ ക്യൂബ് നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 1 ആയിരിക്കും. 2 ലാസ്റ്റ് ഡിജിറ്റ് വരുന്ന നമ്പറിന്റെ ക്യൂബ് നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 8 ആയിരിക്കും. 8 ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്ന നമ്പറിന്റെ ക്യൂബ് നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 2 ആയിരിക്കും. 2ഉം 8ഉം തമ്മിലാണ്. 2 ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്ന നമ്പറിന്റെ ക്യൂബ് എടുത്താൽ, അതായത് ഇപ്പൊ 12 ക്യൂബ്, 22 ക്യൂബ്, 32 ക്യൂബ് ഇതൊക്കെ എടുത്താൽ അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് വരുന്നത് 8 ആയിരിക്കും. 8, 18, 28, 38 ഈ നമ്പേഴ്സിന്റെ ഒക്കെ ക്യൂബ് എടുത്താൽ അതിന്റെ ലാസ്റ്റ് ഡിജിറ്റിൽ വരുന്നത് 2 ആയിരിക്കും. അതേപോലെ 3 ലാസ്റ്റ് ഡിജിറ്റ് വരുന്ന നമ്പേഴ്സിന്റെ ക്യൂബ് നമ്പർ എൻഡ് ചെയ്യുന്നത് 7ലായിരിക്കും. 7 ലാസ്റ്റ് ഡിജിറ്റിൽ വരുന്നതിന്റെ എൻ നമ്പർ, ക്യൂബിന്റെ എൻ നമ്പർ വരുന്നത് 3 ആയിരിക്കും. അതായത് 3ഉം 7ഉം തമ്മിലാണ് കണക്ഷൻ. 3 ലാസ്റ്റ് ഡിജിറ്റ് വന്നാൽ ക്യൂബ് നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 7, 7 ലാസ്റ്റ് ഡിജിറ്റ് വന്നാൽ ക്യൂബ് നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 3. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് 4, the last digit is 4 itself. 5, the last digit is 5 itself. 6 ആണെങ്കിലും ലാസ്റ്റ് ഡിജിറ്റ് 6 itself. ഓക്കെ, 0 ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 0, 1 ആണെങ്കിലും ലാസ്റ്റ് ഡിജിറ്റ് 1, 4, 5, 6 ഈ നമ്പേഴ്സ് വരുമ്പോഴും സെയിം നമ്പർ തന്നെയായിരിക്കും ലാസ്റ്റ് ഡിജിറ്റിൽ വരുന്നത്. ഇതിന് മാത്രമാണ് 2 വരുവാണെങ്കിൽ 8, 8 വരുവാണെങ്കിൽ 2, 3 വരുവാണെങ്കിൽ 7, 7 ആണെങ്കിൽ 3. The number 1729 or 1729 is called the Hardy-Ramanujan number. ഈ നമ്പറിനെയാണ് നമ്മൾ Hardy-Ramanujan number, or it is called the taxi cab number, because 1729 is the smallest number that can be expressed as the sum of 2 cubes. രണ്ട് നമ്പറിന്റെ ക്യൂബിന്റെ സം ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ നമ്പറാണ് 1729 എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് കണ്ടുപിടിച്ചത് ശ്രീനിവാസ രാമാനുജൻ എന്ന മാത്തമാറ്റീഷ്യൻ ആയതുകൊണ്ടാണ് that number is called the Hardy-Ramanujan number, and 1729 can be represented as the sum of cubes of 1 and 12. അതായത് 1 cube plus 12 cube is 1729, and also it can be represented as 9 cube plus 10 cube. അതായത് രണ്ട് നമ്പറിന്റെ ക്യൂബിന്റെ സമ്മായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ നമ്പർ. വേറെയും നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാം, അത് ഇതിനേക്കാളും ബിഗർ ആണ്. 4104 and 13,832 are also represented as the sum of cube numbers, but 1729 is the smallest number that can be represented as the sum of 2
cube numbers, and it is called the Hardy-Ramanujan number. And the numbers that can be expressed as the sum of two cubes in two different ways are called the taxicab numbers. ഇതേ രീതിയിൽ ക്യൂബ്സിന്റെ സമ്മായിട്ട് ടു ഡിഫറെന്റ് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ കഴിയുന്ന നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് taxicab numbers. So these are also two taxicab numbers. Now the next one is cube root. അതായത് നമ്മൾ പറഞ്ഞു 2 cube 8 ആണ്. So we can write the cube root of 8 is 2. ഏത് നമ്പറിനെ 3 times മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണോ 8 വരുന്നത് അതിനെയാണ് ക്യൂബ് റൂട്ട് എന്ന് വിളിക്കുന്നത്. And it is represented as cube root of 8. Cube root of 8 is 2. ഈ ഒരു രീതിയിലാണ് നമ്മൾ ക്യൂബ് റൂട്ട്, ഒരു റൂട്ടിന്റെ സിമ്പിൾ ഇട്ടിട്ട് അവിടെ ഒരു 3യും കൂടെ എഴുതും. That is cube root of 8 is 2. Or we can write the cube root of 27 is 3. പിന്നെ വലിയ വലിയ നമ്പേഴ്സ് വരുമ്പം ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ 3375. സോ സ്ക്വയർ റൂട്ടിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെയാണ്. വി ജസ്റ്റ് പ്രൈം ഫാക്ടറൈസ് ദ നമ്പർ. 3375നെ we can divide it with 5. 675 again divided by 5, that is equal to 135. Again we can divide it with 5. 27. We can divide it with 3, that is 9. Again we can divide it with 3, that is 3. Again we can divide it with 3, 1. So 3375 can be written as 3 into 3 into 3 into 5 into 5 into 5. So cube root എന്ന് പറയുമ്പോൾ we just group the numbers as triplets. Triplet ആയിട്ട് വേണം നമ്മൾ ആ നമ്പറിനെ ഗ്രൂപ്പ് ചെയ്യാൻ. So the cube root of 3375 is, ഇവിടെ ട്രിപ്ലെറ്റ് ചെയ്തതിൽ നിന്നും ഒരു നമ്പർ 3, then from this 5. So that is equal to 50. So cube root of 3375 is 50. ഇതേപോലെ പ്രൈം ഫാക്ടർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു നമ്പർ ഇതേപോലെ ട്രിപ്ലെറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ we can say that number is not a perfect cube number. Example 500. So 500 എന്ന് പറയുന്ന നമ്പറിനെ പ്രൈം ഫാക്ടർ ചെയ്യുമ്പോൾ we can represent it as 2 into 2 into 5 into 5 into 5. 500ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ഇങ്ങനെയാണ്. ഇവിടെ 5 ട്രിപ്ലെറ്റ്സ് ആയിട്ടാണ് കാണുന്നത്, ബട്ട് 2 ട്രിപ്ലെറ്റ്സ് അല്ല. സോ that is not a perfect cube number. അപ്പൊ ഇതിനെ ഒരു പെർഫെക്റ്റ് ക്യൂബ് നമ്പർ ആകണമെങ്കിൽ എന്ത് ചെയ്യണം? We just multiply the number with a 2. So 500 into 2 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ക്യൂബ് നമ്പർ ആയിരിക്കും. That is 500 into 2 can be written as 2 into 2 into 2 into 5 into 5 into 5. So 500 into 2 is 1000. So 1000 is a perfect ക്യൂബ് നമ്പർ. അപ്പൊ അതേ രീതിയിലും ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. തന്നിരിക്കുന്ന നമ്പർ ഒരു പെർഫെക്റ്റ് ക്യൂബ് നമ്പർ ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. ട്രിപ്ലെറ്റ്സ് ആയിട്ടല്ല വരുന്നെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് ക്യൂബ് നമ്പർ. അപ്പൊ അതിനെ ഒരു പെർഫെക്റ്റ് ക്യൂബ് നമ്പർ ആകണമെങ്കിൽ ഏത് നമ്പറിനാണോ ആ ട്രിപ്ലെറ്റ്സ് ഇല്ലാത്തത് ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. Now we can do the figure it out problems. Question number 1. Find the cube root of 27,000 and 10,648. എന്ത് ചെയ്യണം? 27,000നെയും 10,648നെയും നമുക്ക് പ്രൈം ഫാക്ടർ ചെയ്യണം. So the first one is 27,000. We can divide it with 3. So that is 9,000. Again we can divide it with 3. 3,000. Again we can divide it with 3. That is 1,000. Again we can divide it with 5. 200. Again divide it with 5. 40. Again we can divide it with 5. 8. Again divide it with 2. 4. Again divide it with 2. Is 2. Divide with 2. 1. So 27,000 can be written as 2 into 2 into 2, 3 into 3 into 3, 5 into 5 into 5. So all the numbers are in
ട്രിപ്ലെറ്റ്സ് ഓരോ നമ്പറിനെയും 3 നമ്പേഴ്സിന്റെ ഗ്രൂപ്പ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. സോ ദി ക്യൂബ് റൂട്ട് ഓഫ് 27,000 is 2 into 3 into 5. That is 30. 30 is the cube root of 27,000. ഇതേ രീതിയിൽ 10,648 നിങ്ങൾ ചെയ്ത് നോക്കുക.